ഹെൽത്ത് കെയർ അല്ല, കോസ്മെറ്റിക് പ്രൊഡക്ട്സ്. ഇപ്പോൾ സ്കിൻ കെയർ, ഹെയർ ഡേ, ലിപ്സ്റ്റിക്ക് തുടങ്ങിയ കാര്യങ്ങൾ. ഇതും നമുക്ക് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ മുഴുവനായിട്ട് ഒഴിവാക്കലൊന്നും ചിലപ്പോൾ നടക്കുന്ന കാര്യമല്ല. ബട്ട് അതിൻ്റെയൊക്കെ ഉപയോഗം നമ്മൾ മിതമായ രീതിയിൽ കൊണ്ടുപോകുക. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ചില കണ്ടൻറ്റുകൾ എന്താ പറയുക, ഫോമാൽഡിഹൈഡ് ഉള്ളത്, അതേപോലെ ഈ ഡയോക്സൈൻസ്, പാരബൻസ്, പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്, അങ്ങനെ കുറേ കണ്ടൻസ് ഉണ്ട്. ഇതൊക്കെ പല പഠനങ്ങളും, ഇതൊന്നും കോസ്മെറ്റിക്സിന് വേണ്ടി പഠിച്ചതല്ല, ബട്ട് ബാക്കിയുള്ള പല പഠനങ്ങൾ നടത്തിയപ്പോൾ ഇതൊക്കെ ചില ക്യാൻസറുകൾ ഉണ്ടാക്കാം. അതിൽ സ്കിൻ ക്യാൻസർ ഉണ്ടാക്കാം, ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കാം എന്നുള്ള പല പഠനങ്ങളും പറയുന്നുണ്ട്. അപ്പം ആ പ്രൊഡക്ട്സ്, ആ കണ്ടൻസ് അടങ്ങിയിരിക്കുന്ന സ്കിൻ കെയർ അല്ലെ ഹെയർ ഡേ ഒക്കെ ചിലപ്പോൾ ക്യാൻസർ ഉണ്ടാക്കിയേക്കാം, അതൊരു റിസ്ക് ഫാക്ടറാണ് എന്ന് നമുക്ക് അനുമാനിക്കാം. അതിൻ്റേതായ പഠനങ്ങളും നടന്നിട്ട് പറയുന്നതല്ല. അപ്പം ആ സ്കിൻ കെയർ പ്രൊഡക്റ്റിൽ ഫോർമാൽഡിഹൈഡ് ഉണ്ടെങ്കിൽ അത് ക്യാൻസർ ഉണ്ടാക്കിയേക്കാം. കാരണം ഫോർമാൽഡിഹൈഡ് ലെവൽ 1 കാർസിനോജനാണ്. അപ്പം നമുക്ക് ചെയ്യാനുള്ളത് ഒരു ബ്രാൻഡഡ്, ഇതൊക്കെ ഒരു റെഗുലേഷൻസ് ഉണ്ട്. ഒരു രാജ്യത്തും ഏതൊക്കെ സ്കിൻ കെയർ പ്രൊഡക്റ്റ് കൊടുക്കണം എന്നുള്ള ശരിക്കുള്ള റെഗുലേഷൻസ് ഉണ്ട്. എന്നാലും ചില കണ്ടൻസ് ക്യാൻസർ ഉണ്ടാക്കുന്നതായിട്ട് മുമ്പ് തെളിഞ്ഞിട്ടുണ്ട്. ബ്രാൻഡഡ് പ്രൊഡക്ട്സ് മിതമായിട്ട് ഉപയോഗിക്കുന്നത് മാത്രമാണ് ഒരു പോംവഴി.